തുകൽവാദ്യത്തിന്റെ താളത്തിൽ അയ്യപ്പനെ കേശാദിപാദം പാടി പുകഴ്ത്തുന്നതാണ് പറകൊട്ടിപ്പാട്ടിന്റെ ഈരടികൾ. അയ്യപ്പന് പന്തളം കൊട്ടാരത്തിലെ ശത്രുദോഷം ഒഴിവാക്കാൻ വേലൻ വേഷത്തിലെത്തിയ ശിവപാർവതിമാർ പരിഹാരക്രിയയായി കേശാദിപാദം കഥ ചൊല്ലി പറകൊട്ടിപ്പാടിയെന്നാണ് ഐതിഹ്യം. ശത്രുദോഷവും ശനിദോഷവും ഒഴിവാക്കാൻ പേരും നാളും പറഞ്ഞ് നിരവധി ഭക്തർ പറകൊട്ടിപ്പാടിക്കുന്നതിന് പിന്നിലുള്ളതും ഈ വിശ്വാസമാണ്. എന്റെ അച്ഛൻ്റെ കൂടെ എന്റെ 10 വയസ്സ് മുതൽ ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കേശാദിപാദം എന്ന മന്ത്രമാണ് ഞങ്ങൾ പറകൊട്ടിപ്പാടുന്നത്. പറയ്ക്ക് മുന്നിലിരിക്കുന്ന ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയ്ക്ക് പിന്നിലിരിക്കുന്ന ഞാൻ പരമശിവൻ എന്ന സങ്കല്പമാണ് ഈ പറകൊട്ടിപ്പാട്ടിന്റെ ഐതിഹ്യം. പന്തളം ദാശങ്ങൾ അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് മന്ത്രിയും രാജ്ഞയും സൈന്യാധിപവും ചേർത്ത് ഭഗവാനോട് നൂലേക്കാൻ ശ്രമിച്ചപ്പോൾ മഹാദേവനായ പരമശിവൻ മലവേലന്റെ വേഷത്തിലോട് ചെന്ന് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെല്ലാം തീർത്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഭഗവാൻ ജ്യോതിയാൽ ചേർന്ന് ഭക്തിയോട് കുറവുടങ്ങി മരണം തീപിടുത്തം ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ അന്നത്തെ മഹാരാജാവ് ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്ന വിധിപ്രകാരം ഇവിടെ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾക്ക് ഭക്തിയുടെ അശുദ്ധിയുണ്ടാകണമെന്നും ആ അശുദ്ധിക്ക് പരിഹാരമായിട്ട് ഒറിയാക്കിനുള്ള ഭാഗമായിട്ട് വേലന്മാരെ ക്ഷണിച്ചു വരുത്തി പറകൊട്ടിപ്പാടി ദോഷം തീർത്തതിന് ശേഷം മാത്രമേ പതിനെട്ടാം എത്താൻ പാടുള്ളൂ എന്നായിരുന്നു രാജകൽപ്പന. അതിന് പ്രകാരം ഒരു 40 വർഷം മുൻപ് വരെയും 18ാം പടി താഴെയായിരുന്നു പറകൊട്ടിപ്പാട്ട് എന്ന ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത്. കേശാദിപാദം എന്ന മന്ത്രം, അതായത് ഈ പ്രണവാക്ഷത്തിൽ ഉപയോഗിച്ച് ഈ പറയ്ക്ക് ഓടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിന്റെ ദേഹത്തുള്ള ദോഷങ്ങളെ, കുടുംബത്തുള്ള ദോഷങ്ങളെ, ശരീര ദോഷങ്ങളെ, സകല ദോഷങ്ങളും മാറി ആൾ പരിശുദ്ധനായി എന്നാണ് ഈ ചടങ്ങിന്റെ പ്രാധാന്യം. പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിലെ അംഗങ്ങളാണ് സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്നത്. ആദ്യകാലത്ത് 18ാം പടിക്ക് താഴെയായിരുന്ന പറകൊട്ടിപ്പാട്ട് പിന്നീട് തിരക്ക് വർദ്ധിച്ചതോടെ മാളികപ്പുറത്തമ്മയുടെ സന്നിധിയിലേക്ക് മാറ്റുകയായിരുന്നു. ഐതിഹ്യപ്പെരുമയിൽ പറകൊട്ടിപ്പാട്ടില്ലാതെ ഒരു സന്നിധാനം ചിന്തിക്കാൻ കഴിയും. ഇതുകൊണ്ട് ഭക്തർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? Devayelim